ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ പ്രീമിയം ബ്രൈഡൽ ലെഹങ്ക ക്രിയേറ്റ് ചെയ്താലോ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രം സ്ക്രാച്ചിൽ നിന്നും ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്രൈഡൽ ലെഹങ്ക എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കേട്ടോ. അപ്കമിങ് ബ്രൈഡ്സ് ആൻഡ് ഫാഷൻ ഡിസൈനേഴ്സൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും വാച്ച് ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു കോസ്റ്റ്യൂം എങ്ങനെയൊക്കെയാണ് വരുന്നത്, നിങ്ങളൊരു ഡ്രീം ഔട്ട്ഫിറ്റ് വരുന്ന ഡീറ്റെയിൽസും കൂടിയാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മുടെ കസ്റ്റമർ വന്നിട്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നായിരുന്നു. ആൾക്കൊരു ഗോൾഡൻ ഷെയ്ഡിലൊരു അറബിക് ലെഹങ്ക ആയിരുന്നു ആൾ പ്രിഫർ ആക്കിയിട്ടുണ്ടായിരുന്നത്. നെറ്റ് ഫാബ്രിക് ആയിരുന്നു ചൂസ് ആക്കിയത്. അപ്പോൾ ഇതായിരുന്നു റെഫറൻസ് സൈസ്. അപ്പോൾ ഇതിൽ കൂടുതലും ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് വേണമെന്നായിരുന്നു കോൺടാക്ട് ചെയ്ത ടൈം തൊട്ട്. ഒരു ഓൺലൈൻ കസ്റ്റമർ ആയിരുന്നു കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്ത ടൈം തൊട്ട് ആൾ ഒരു ഗ്ലിറ്ററി ഫീല് വേണം എന്നായിരുന്നു പറഞ്ഞത്. സോ നമ്മൾ ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറ്റിനായിരുന്നു ആദ്യം നോക്കിയത്. ബട്ട് സാറ്റിനേക്കാളും കുറച്ചും കൂടിയും ആപ്റ്റ് നമുക്കിതാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഷിമ്മർ ഫാബ്രിക്കും സാറ്റിൻ അതിൻ്റെ താഴേക്കാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് പോർഷനിൽ ഒരു ഗോൾഡൻ നെറ്റാണ്, ഒരു ബേജ് ഗോൾഡൻ വരുന്ന നെറ്റ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഡ്രോയിങ് ഒക്കെ റഫ് ഡ്രോയിങ് ആണ് നമ്മൾ ഓൺലൈൻ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ പോർഷൻസൊക്കെ ചെയ്യാം. ആളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമ്മളടുത്ത് ഒരു ക്ലയൻറ്റ് ഒരു ബഡ്ജറ്റ് പറഞ്ഞാലും മാക്സിമം ആ ബഡ്ജറ്റിനേക്കാളും കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. കാരണം ആ ഒരു ക്ലയൻറ്റിൻ്റെ ഹാപ്പിനെസ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ആക്കാറുള്ളത്. അപ്പോൾ ആ നെക്ക് പോർഷനിലും ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ ആൾക്ക് വീഡിയോ കോൾ ത്രൂ ഷെയർ ചെയ്യുന്ന വീഡിയോസാണ് ഞാനിപ്പോൾ ഇതിലൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫാബ്രിക് പർച്ചേസിങ്ങും ഡിസൈൻ കൺഫർമേഷനൊക്കെ ആയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വർക്കിൽ കൂടുതലും നമ്മൾ ജർദോസി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്നത്. ജർദോസി വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഹാൻഡ് വർക്കിന് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സ്ലീവ് സാമ്പിൾ ചെയ്യുകയാണ് ചെയ്തത്. ഇതുപോലെ ഹെവി വർക്ക്സ് വരുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് സ്ലീവ് ആൻഡ് യോക്ക് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇതിൽ സ്ലീവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നോർത്ത് ഇന്ത്യൻസാണ് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന സ്റ്റാഫ് എനിക്ക് ഡിസൈൻ ചെയ്തപ്പം അത്രയും പെർഫെക്ഷൻ തോന്നിയില്ല. അങ്ങനെ ആ ഒരു സ്ലീവിൻ്റെ വർക്ക് മൊത്തം ഡാമേജ് ആക്കിയിട്ട് നമ്മൾ റീവർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് ലോസൊക്കെ വരുന്ന അതൊക്കെ നോർമലാണ് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡിസൈനൊക്കെ യോക്ക് പോർഷനൊക്കെ കൺഫേം ആക്കിയതിന് ശേഷം അതിന് ഡിസൈന് മാച്ച് ചെയ്തിട്ടാണ് ലോവർ പോർഷനിലൊക്കെ വർക്ക് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഈസി ആയിരിക്കും എന്തെങ്കിലും ഡിസൈനിൽ ചേഞ്ച് വരുത്തണമെങ്കിലൊക്കെ ഫസ്റ്റ് സ്ലീവ് ആൻഡ് യോക്ക് കൊടുക്കുമ്പോഴായിരിക്കും നല്ലത്. ആൻഡ് ആദ്യം നമ്മൾ ഈ ഒരു ദുപ്പട്ടയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമറോട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു ദുപ്പട്ടയിൽ ഹാൻഡ് വർക്ക് കൊടുക്കാം, അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന്. ബട്ട് ആൾ പ്രിഫർ ആക്കിയത് ഈ ഒരു ടൈപ്പ് ഓഫ് ലേസ് ആയിരുന്നു. അങ്ങനെ ഇതാ ഫാബ്രിക്കിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാനൽ കട്ടിലാണ് സ്കേർട്ട് വന്നിട്ടുള്ളത്. സ്കേർട്ട് ആൻഡ് ദുപ്പട്ട നമുക്ക് ലേസ് ബോർഡറിലും ഗൗൺ കംപ്ലീറ്റ് ഹാൻഡ് വർക്കും ആയിരുന്നു കസ്റ്റമർ റിക്വയർമെൻറ്റ്. ഗൗണിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഹെവി ഹാൻഡ് വർക്കായിരുന്നു കസ്റ്റമർ റിക്വയർമെൻറ്റ്. അപ്പം നോർമലി ഹാൻഡ് വർക്ക് വരുന്ന ഗൗണ് ബ്രൈഡൽ ലെഹങ്കാസിലൊക്കെ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാറ് ഫ്രണ്ട് പോർഷനിൽ ഹെവി വർക്ക് കൊടുത്തിട്ട് ബാക്കിൽ വർക്കിന് പകരം ദുപ്പട്ട ആൻഡ് സ്കേർട്ടിലൊക്കെ നമുക്ക് ആ വർക്ക് കുറച്ച് സ്പ്രെഡിങ് ഒക്കെ പോലെ കൊടുക്കാമെന്നാണ് ഞാൻ നോർമലി സജസ്റ്റ് ചെയ്യാറ്. അതായിരിക്കും കുറച്ചും കൂടി ഭംഗി വരാം. ബട്ട് ആൾക്ക് അങ്ങനെ വേണ്ട, ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഹെവി ഹാൻഡ് വർക്ക് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ കോളിൽ ഫൈനൽ വീഡിയോ കോളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആൾക്ക് പിന്നെയും ഡൗട്ടായി ദുപ്പട്ടയിൽ ലേസിന് പകരം നമുക്ക് ഹാൻഡ് വർക്ക് തന്നെ പോയാലോ എന്ന്. അങ്ങനെ വീണ്ടും ആളതിൽ റീവർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വേറൊരു ദുപ്പട്ട തന്നെ സെപ്പറേറ്റ് എടുത്ത് അതിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് സൈഡ് ദുപ്പട്ടയായിട്ട് കൊടുത്തു വിടുകയാണ് ചെയ്തത് കേട്ടോ. കാരണം ഔട്ട്ഫിറ്റ് കയ്യിലെത്തുമ്പോൾ ആൾക്ക് ഏതാണോ മാച്ച് അതനുസരിച്ചിട്ട് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലാണ്. ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്ത ദുപ്പട്ട. ഇതിൽ നമ്മൾ വൺ സൈഡ് ബോർഡർ ഹെവി ആയിട്ട് തന്നെയാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ജർദോസി, കട്ട് ബീഡ്, സീക്വൻസ്, സെറി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹെവി ആയിട്ട് ഈ ബാക്കിൽ കാണുന്നതെല്ലാം നമ്മൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസാണ്. ആൻഡ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്ന വീഡിയോസിൻ്റെ പാർട്സാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതല്ല, ഇതെല്ലാം നേരത്തെ എടുത്തു വെച്ച് എൻ്റെ ഫോണിലുണ്ടായിരുന്ന വീഡിയോസാണ്. കസ്റ്റമർക്ക് നമ്മളിങ്ങനെയാണ് വീഡിയോസ് അയച്ചു കൊടുക്കുന്നത്, നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ. കൂടുതലും എനിക്ക് വരുന്ന വർക്ക്സ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എൻ്റെ വീട്ടിൽ തന്നെ 2 റൂമാണ് ഞാൻ ചെറിയ യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ വർക്ക്സൊക്കെ ചെയ്യാനായിട്ട്. കൂടുതലും ഓൺലൈൻ കസ്റ്റമേഴ്സാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള കസ്റ്റമൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ താഴെ കോമെൻറ്റിൽ പിൻ ചെയ്തേക്കാം, കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഫൈനൽ ഔട്ട്പുട്ട് വരെ വന്ന സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമെൻറ്റ് ചെയ്യുക. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, ഓരോ സ്റ്റെപ്സും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും താങ്ക് യു, ബൈ.